തമിഴ് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടൻ ധനുഷിനെതിരായ ഡോക്യുമെന്ററി വിവാദം. നയൻതാരയുടെ ജീവിതത്തെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിന്റെ റിലീസിന് മുൻപാണ് ധനുഷിനെതിരായ ആരോപണങ്ങളുമായി നയൻതാര എത്തുന്നത്. അന്ന് നിരവധി പേർ അവരെ പിന്തുണച്ചെത്തിയപ്പോൾ അതിലേറെ പേർ വിമർശനവുമായും എത്തുകയും ചെയ്തു. പക്ഷേ എല്ലാം തിരിഞ്ഞ് നയൻതാരയ്ക്ക് തന്നെ അത് വലിയ വിനയാവുകയും സോഷ്യൽ മീഡിയ മുഴുവൻ നയൻതാരയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയും ചെയ്തു. ഇപ്പോഴിതാ ആദ്യമായി അന്ന് എന്താണ് സംഭവിച്ചതെന്നതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നയൻതാര. അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. അതൊരു വിവാദമാക്കണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് അത്തരം ഒരു കുറിപ്പ് ഇറക്കണമെന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ആ ടൈമിങ്ങിന് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. വക്കീൽ നോട്ടീസ് ലഭിച്ച് 2-3 ദിവസം അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നു. പ്രതികരണം വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ശരിയെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ എന്തിനാണ് ഞാൻ ഭയക്കുന്നതെന്ന് ചിന്തിച്ചു. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ ഞാൻ ഭയക്കേണ്ടതുള്ളൂ എന്ന് നയൻതാര വ്യക്തമാക്കി. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ പ്രതിച്ഛായയ്ക്ക് കരിവാരി തേക്കുന്ന ആളല്ല ഞാൻ. ഞങ്ങളെ പിന്തുണച്ച പലരും ധനുഷിന്റെ ആരാധകരുമായിരുന്നു. ഞങ്ങളുടെ ഡോക്യുമെന്ററിക്കുള്ള PR ആയിരുന്നു ഞങ്ങളുടെ കുറിപ്പെന്ന് പലരും ആരോപിച്ചു. പക്ഷേ അതല്ല ശരി. അതൊരിക്കലും ഞങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടില്ല. ഇതൊരു സിനിമയല്ലോ, ഡോക്യുമെന്ററി അല്ലേ, ഹിറ്റോ ഫ്ലോപ്പോ ആവുന്ന ഒന്നല്ലല്ലോ അത് എന്നും താരം ചോദിക്കുന്നു. കുറിപ്പിന് മുൻപ് ധനുഷിനെ ബന്ധപ്പെടാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം ലഭിച്ചേനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജറെ വിഘ്നേഷ് പലതവണ വിളിച്ചു. ഞങ്ങളുടെ പുതു സുഹൃത്തുക്കൾ വഴി ശ്രമിച്ചു. ഫലമുണ്ടായില്ല. ചിത്രത്തിലെ ക്ലിപ്സ് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അത് അദ്ദേഹത്തിന്റെ സിനിമയല്ലേ. NOC നൽകുകയോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ ചിത്രത്തിൽ വിഘ്നേഷ് എഴുതിയ 4 വരികൾ ഞങ്ങൾക്ക് ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ സാരാംശമായിരുന്നു അത്. അതേസമയം ധനുഷ് ഒരു നല്ല സുഹൃത്തായിരുന്നുവെന്ന് നയൻസ് പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ കാര്യങ്ങൾ എങ്ങനെ മാറിയെന്നറിയില്ല. ഞങ്ങൾ 2 പേർക്കും അവരവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. അവസാനം ധനുഷിന്റെ മാനേജറെ ഞാൻ വിളിച്ചു. ആ 4 വരികൾ ഉപയോഗിക്കാനും NOC തന്നില്ലെങ്കിലും വേണ്ട, ധനുഷുമായി ഒന്ന് കോൾ കണക്ട് ചെയ്യാനാണ് ഞാൻ മാനേജറോട് ആവശ്യപ്പെട്ടത്. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അവസാനം ധനുഷിന്റെ മാനേജറെ ഞാൻ വിളിച്ചു. ആ 4 വരികൾ ഉപയോഗിക്കാനും NOC തന്നില്ലെങ്കിലും വേണ്ട, ധനുഷുമായി ഒന്ന് കോൾ കണക്ട് ചെയ്യാനാണ് ഞാൻ മാനേജറോട് ആവശ്യപ്പെട്ടത്. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളോട് എന്താണ് ഇത്ര ദേഷ്യമെന്നും നയൻതാര ചോദിക്കുന്നുണ്ട്.